Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുൻ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അല്ല. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക, വളരെ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റുഡന്റ് വിളിച്ചു ചോദിച്ചിരുന്നു, സാറേ ഞാൻ പുതിയൊരു പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു, പുതിയ കോഴ്സുകൾക്ക് വേണ്ടി ചേരാൻ തീരുമാനിച്ചു, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പുതിയ എക്സാമുകൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നുണ്ട്, അതോടൊപ്പം CGL, SSA, UPSC ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രത്യേകിച്ച് പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുകയാണോ അതോ മൊത്തത്തിൽ വേണോ? അപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം സാറേ, അത് SSC ആയാലും UPSC ആയാലും റെയിൽവേയുടെ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് കോച്ചിങ് സെന്ററിൽ ചേരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു, പക്ഷേ പ്രശ്നം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നൊന്നും ഐഡിയ ഇല്ല. അവിടെ ക്ലാസ്സുകൾ എടുത്തു പോകുന്നുണ്ട്, കോച്ചിങ് സെന്ററിൽ ക്ലാസ് എടുത്തു പോകുന്നുണ്ട്, ഹിസ്റ്ററി എടുക്കുന്നു, ജോഗ്രഫി എടുക്കുന്നു, മറ്റെല്ലാ സബ്ജക്റ്റും എടുക്കുന്നു, ഇംഗ്ലീഷ് മാത്സ് എടുക്കുന്നത്. പക്ഷെ എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം, ആദ്യം ഏത് പഠിക്കണം, ഏറ്റവും കൂടുതൽ സബ്ജക്റ്റുകൾ ഏത് പഠിക്കണം എന്നതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ധാരണയില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചൊരു കോൾ ഉണ്ടായിരുന്നു. അവിടെ പഴയ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ നമുക്കൊരു ടോപ്പിക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ പൊതുവെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു കൺഫ്യൂഷൻ ഇത് തന്നെയാണ്, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതെല്ലാം രീതിയിൽ പഠിക്കണം. പലപ്പോഴും പല കോച്ചിങ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാലും, പല കോച്ചിങ് സെന്ററിൽ കേരളത്തിൽ മിക്കവാറും ഭൂരിപക്ഷം കോച്ചിങ് സെന്ററിൽ ചെന്നാലും ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്നില്ല എന്നാണ്. എല്ലാ കോച്ചിങ് സെന്ററിൽ ചേർന്നു, ഫീസ് അടയ്ക്കുന്നു, ക്ലാസ്സിൽ കയറുന്നു, ഇംഗ്ലീഷ് കൊടുക്കുന്നു, മാത്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ GK സബ്ജക്റ്റുകൾ കൊടുക്കുന്നു. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏത് രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യണം, ഒരു പ്രോപ്പർ ഗൈഡൻസ് എവിടെയും കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് പലപ്പോഴും പല സെന്ററിലും പോയിട്ട് അത് തന്നെയാണ് കാണുന്നത്, പല കുട്ടികളും പറയുന്നത്. അതുകൊണ്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് ആയിട്ട് നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ എടുക്കാമെന്നാണ് ധരിച്ചത്. അപ്പോൾ നമുക്ക് പൊതുവെ പറയുന്നത്, നിങ്ങളൊരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നിങ്ങളൊരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആവട്ടെ, SSC ആവട്ടെ, UPSC ആവട്ടെ, മറ്റേതൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആവട്ടെ, അങ്ങനെ ഒരു മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വളരെ വിശദമായി ഓരോ ടോപ്പിക്കുകളായിട്ട് നമുക്ക് എടുക്കാമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, നിങ്ങളൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ, നിങ്ങളൊരു കോമ്പറ്റീഷൻ എക്സാമിന് എഴുതുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം. എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞുതരാം. രണ്ടാമത്, സെക്കൻഡ് വൺ, നിങ്ങൾ സിലബസ്, നിങ്ങൾ എഴുതുന്ന എക്സാമിന്റെ സിലബസ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കണം. മൂന്നാമത്, ടൈം മാനേജ്മെന്റ്, അതിലൊരു സംശയം വേണ്ട, ടൈം മാനേജ്മെന്റ്. നാലാമത്, കമ്പൈൻ സ്റ്റഡി. ഫോർത്ത് വൺ, കമ്പൈൻ സ്റ്റഡി തീർച്ചയായും വേണം. ചിലപ്പോൾ അത് കമ്പൈൻ സ്റ്റഡി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കമ്പൈൻ സ്റ്റഡി ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാകാം, അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കമ്പൈൻ സ്റ്റഡി. ഫിഫ്ത്ത് വൺ, ന്യൂസ് പേപ്പർ റീഡിങ്, ന്യൂസ് പേപ്പർ റെഗുലർ ആയിട്ട് വായിക്കണം. ദെൻ സിക്സ് വൺ, ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാബിറ്റ്, ചില ശീലങ്ങൾ, നമുക്ക് കൂടെ നിർത്തേണ്ട ചില ശീലങ്ങൾ, അതേസമയം നമ്മൾ പരിപൂർണമായി ഒഴിവാക്കേണ്ട ചില ശീലങ്ങൾ. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ 1, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം. 2, സിലബസ് നോക്കണം. 3, ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് പാലിക്കണം. 4ാമത് ഞാൻ പറഞ്ഞത് കമ്പൈൻ സ്റ്റഡി. 5 ന്യൂസ് പേപ്പർ റീഡിങ്. 6 ആറാമത് ഹാബിറ്റ്, ചില നല്ല ശീലങ്ങളുണ്ട്, പൊട്ട ശീലങ്ങളുണ്ട്. അപ്പൊ നല്ല ശീലങ്ങൾ നമ്മൾ കൂടെ നിർത്തണം, ഇല്ലാത്ത നല്ല ശീലങ്ങൾ ഉണ്ടാക്കണം. അത് വെച്ചാൽ ചില സമയം ചില ആവശ്യമില്ലാത്ത ചില ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഇങ്ങനെ ഹാബിറ്റ്. ഇത്രയും 6 കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ക്ലാസ്സിലും നമുക്ക് ഓരോ ടോപ്പിക്കുകളായിട്ട് എന്താണ് വെച്ചത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണമെന്ന് മിക്കവാറും എല്ലാ സെന്ററിൽ ചെന്നാലും സ്റ്റാഫുകളും പറയാറുണ്ട്, ഫാക്കൽറ്റീസും പറയാറുണ്ട്, ട്രെയിനേഴ്സ് എന്നറിയപ്പെടുന്ന ചില ഫാക്കൽറ്റീസ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. റെയിൽവേ ഒരു ഫാക്കൽറ്റീസ് ആണ്, പക്ഷേ ട്രെയിനേഴ്സ് അല്ല. ട്രെയിൻ ചെയ്യാൻ അറിയില്ല, പഠിപ്പിക്കാൻ അറിയാം, ഒരു ക്ലാസ് എടുക്കുന്നു. സോ അവർ ഫാക്കൽറ്റീസ് ആണ്, ട്രെയിനേഴ്സ് അല്ല. ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറമാണ്. അപ്പൊ നമുക്ക് ഇവർ പറയുന്നത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, എങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് അറിയില്ല, അത് ഏത് രീതിയിൽ പഠിക്കണം എന്നും പറയില്ല. പൊതുവെ ഒറ്റ വാക്ക് മാത്രമേ പറയൂ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം, അത് പഠിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നത്, ഏത് രീതിയിലാണ്, ഏതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കേണ്ടത് എന്നാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 1, ഏത് തരത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കണം വെച്ചാൽ, 1, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം ഏതാണോ ആ എക്സാമിന്റെ ഒരു 3-4 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കണം. എന്താ പറഞ്ഞത്, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡെപ്യൂട്ടി കളക്ടർ എക്സാം എഴുതുമെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ എക്സാമിന്റെ ഒരു 4-5 വർഷത്തെ, മിനിമം 4 വർഷത്തെയെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യണം. നിങ്ങൾ CGL ആണ് എഴുതെങ്കിൽ CGLന്റെ ഒരു 4-5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യണം. നിങ്ങൾ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് എഴുതെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു 4-5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യണം. അപ്പൊ ഒന്നാമത് ഞാൻ പറഞ്ഞ 1,
നിങ്ങൾ ഏത് എക്സാം ആണോ എഴുതുന്നത് ആ എഴുതുന്ന എക്സാമിന്റെ പ്രീവിയസ് 4-5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത് വെക്കണം. 2, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ക്വാളിഫിക്കേഷനുള്ള എല്ലാ എക്സാമുകളുടെയും, ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം ഏതാണോ ആ എക്സാമിന്റെ ക്വാളിഫിക്കേഷനിൽ വരുന്ന എല്ലാ എക്സാമുകളുടെയും 4-5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കണം. രണ്ടാമത് പറഞ്ഞ ഒന്നുകൂടി പറയാം, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം ഏതാണോ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോലീസ് കോൺസ്റ്റബിൾ ആണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിൽ +2 ആണെങ്കിൽ ആ +2 നിലവാരത്തിൽ നടക്കുന്ന എല്ലാ എക്സാമുകളുടെയും 4-5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. ക്ലിയർ? ദെൻ തേർഡ് വൺ, മൂന്നാമത് കറണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ, നിലവിൽ നടന്നുകൊണ്ടിരുന്ന എക്സാമുകൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകളുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ കറണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കണം. ഒരുപക്ഷെ നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടായിരിക്കില്ല, ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് നിങ്ങൾ എഴുതുന്നില്ല എങ്കിൽ പോലും അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനുള്ള എക്സാം ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ എഴുതുന്ന എക്സാം ഏതാണോ ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് 4-5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. രണ്ടാമത് പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന എക്സാം ഏതാണോ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ആ ക്വാളിഫിക്കേഷനിൽ വരുന്ന എല്ലാ എക്സാമുകളുടെയും 4-5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. പിന്നെ കറണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ കറണ്ടിൽ നടക്കുന്ന എക്സാമുകൾ ഏതാണോ ആ എക്സാമുകളുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കണം. ഇതാണ് നിങ്ങൾ ഈ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ എടുക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ പൊതുവെ എല്ലാ സെന്ററുകളും കാണുന്നത് കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വയ്ക്കുന്നു, ചോദ്യം വായിക്കുന്നു, ഉത്തരം ടിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാക്കിലേക്ക് മറിക്കുന്നു, അതെടുത്ത് ടിക്ക് ചെയ്യുന്നു, ആ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. മണ്ടത്തരമാണ്. നിങ്ങൾ അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല, അതിൽ നിന്നൊരു ചോദ്യം പോലും ചോദിക്കില്ല. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് അതിൽ നിന്ന് ഓരോ ചോദ്യം ഓരോരുത്തരും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ആ ചോദ്യത്തിൽ നിന്ന് ഒരു ചോദ്യം പോലും ചോദിക്കില്ല. പിന്നെ എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് കിട്ടണം. ഏതെല്ലാം രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, സിലബസിൽ നിന്ന് ചോദ്യങ്ങൾ തന്നെയാണോ, ഇനി സിലബസിൽ നിന്ന് തന്നെ എല്ലാ ഭാഗത്തും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാ ഭാഗത്തും ചോദിക്കുന്നുണ്ടോ, അതോ ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണോ? അപ്പൊ ടോട്ടലി ഏതെല്ലാം രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ കൂടുതൽ ചോദിക്കുന്നത്, ദെൻ റീസെന്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടുതലും ഹിസ്റ്ററിയിൽ നിന്നാണോ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണോ, അതോ മറ്റേതെങ്കിലും ഇക്കണോമിക്സിൽ നിന്നാണോ, ജോഗ്രഫിയിൽ നിന്നാണോ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ടോട്ടലി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന്റെ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് കിട്ടണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫ്രെയിം വർക്ക് നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ വേണ്ടത് റാങ്ക് ഫയലിന്റെയോ അല്ലെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്നാലെ അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ആരുടെ പിന്നാലെ പോകണം? പരീക്ഷാ ബോർഡിന്റെ പിന്നാലെ പോകണം. പരീക്ഷാ ബോർഡ് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ്, ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്, ഇനി എങ്ങനെയാണ് അവർ ചോദിക്കാൻ സാധ്യത, ഈ ഒരു ആംഗിൾ വേണം നമ്മൾ പോകാൻ. അതിനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇറ്റ് ഈസ് എ മോസ്റ്റ് ബെറ്റർ ഗൈഡ് ഫോർ you than any coaching institute and any faculties. ഏതൊരു ഫാക്കൽറ്റീസിനേക്കാളും ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും ഏറ്റവും നല്ല ഗൈഡ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമുക്ക് അതിന്റെ ഫ്രെയിം വർക്ക് അറിയാം, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, ഏത് ഭാഗത്താണ് കൂടുതൽ ചോദിക്കുന്നത്, സിലബസ് പരിപൂർണമായി ചോദിക്കുന്നുണ്ടോ, സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഏതാണ്, സിലബസിന്റെ പുറത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണോ, അതോ വേറെ ഏതിലാണ്? ഈ ഫ്രെയിം വർക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ ഈ പറഞ്ഞ 3 കാറ്റഗറിയിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഈ 3 തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കയ്യിൽ വെക്കുക, തൊട്ടടുത്ത് ഒരു പേപ്പറും വെക്കുക, ഒരു വൈറ്റ് പേപ്പറും വെക്കുക, ഒരു പേനും വെക്കുക. നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ വായിച്ച് ആ ചോദ്യങ്ങളിൽ നിന്നും ഓരോ കണ്ടന്റ് കണ്ടെത്തണം. ആ കണ്ടന്റ് കണ്ടെത്തി ആ കണ്ടന്റിലൂടെ വേണം നിങ്ങൾ പഠിക്കാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നാമത്തെ ചോദ്യം, വിച്ച് സോയിൽ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ കോട്ടൺ? കോട്ടന് ഏറ്റവും അനുയോജ്യമായ സോയിൽ ഏതാണ്? കോട്ടൺ ഏറ്റവും അനുയോജ്യമായ സോയിൽ ഏതാണ്? എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ബ്ലാക്ക് സോയിൽ. കോട്ടൺ ഏറ്റവും അനുയോജ്യമായ സോയിൽ ബ്ലാക്ക് സോയിൽ ആണെന്ന് അറിയാം. ഉടനടി നിങ്ങളുടെ ആ പേപ്പർ വൈറ്റ് പേപ്പർ എടുത്താൽ എഴുതണം സോയിൽ സിസ്റ്റം ഇൻ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ. അപ്പൊ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ നിങ്ങൾ പഠിക്കണം. ബ്ലാക്ക് സോയിൽ ഉണ്ട്, ലാറ്ററൈറ്റ് സോയിൽ ഉണ്ട്, റെഡ് സോയിൽ ഉണ്ട്, മാർഷി സോയിൽ ഉണ്ട്, കരേവ സോയിൽ ഉണ്ട്, സോയിൽ സിസ്റ്റം. അതാണ് നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കുന്നു. ഈ വർഷം ഇന്ത്യയിൽ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉടനടി നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. എന്താ എഴുതിക്കാം? നാഷണൽ അവാർഡ് ഇൻ ഇന്ത്യ. അത് കറണ്ട് കൂടിയാണ്. അപ്പൊ നാഷണൽ അവാർഡ്, അപ്പൊ ഇന്ത്യയിൽ നാഷണൽ അവാർഡുകൾ ജ്ഞാനപീഠ അവാർഡ് ഉണ്ട്, ഭാരത് ഉണ്ട്, പത്മവിഭൂഷൺ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്, ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് ഉണ്ട്. ഇങ്ങനെയുള്ള അവാർഡുകളാണ് ഇന്ത്യയിലെ നാഷണൽ അവാർഡാണ്. ഉടനടി നാഷണൽ അവാർഡ് ആയി നിങ്ങൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ഒരു ഡിസീസിനെ കുറിച്ചാണ്. ഈ ഡിസീസിന് അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ കണ്ടെത്തിയത് ഏതാണ് അല്ലെങ്കിൽ എന്നാണ്? ഉടനെ നമുക്കറിയാം ഡിസീസ് ആൻഡ്
വാക്സിൻ. അപ്പൊ നിങ്ങൾക്കറിയാം ക്ഷയത്തിനുള്ള വാക്സിൻ, അതോടൊപ്പം തന്നെ നമ്മുടെ എയ്ഡ്സിന് വരുന്ന വാക്സിൻ ഏതാണ്, ടെസ്റ്റുകൾ ഏതാണ്, ആ രീതിയിൽ നിങ്ങൾ എഴുതിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നാഷണൽ ലീഡേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഗീതാ സന്ദേശം എന്ന കൃതി ആരുടേതാണ്, ഏത് ദേശീയ നേതാവിൻ്റെയാണ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് നാഷണൽ ലീഡേഴ്സ് ആൻഡ് വർക്ക്, നാഷണൽ ലീഡേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ്, ദേശീയ നേതാക്കന്മാരും അവരുടെ വർക്കും. ഫോർ എക്സാമ്പിൾ നെഹ്റുവിന്റെ ബുക്ക് ചോദിച്ചിട്ടുണ്ട്, ലാല ലജപത് റായുടെ ബുക്ക് ചോദിച്ചിട്ടുണ്ട്, ബാലഗംഗാധര തിലകന്റെ ബുക്ക് ചോദിക്കാറുണ്ട്, ആനി ബെസന്റിന്റെ ബുക്ക് ചോദിക്കും. ഇങ്ങനെ നിങ്ങൾ ഓരോ ചോദ്യവും വായിച്ച് ആ ചോദ്യത്തിന് ഒരു കണ്ടന്റ് ഉണ്ടാക്കി വെക്കണം. ഈ കണ്ടന്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ നിങ്ങളൊരു 10-15 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വായിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടന്റുകൾ കിട്ടും. ഈ കണ്ടന്റിലൂടെയാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. ക്ലിയർ ആയ? ഈ കണ്ടന്റിലൂടെയാണ് നിങ്ങൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം മാറ്റി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം വായിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി, ചിലപ്പോൾ ഒരു വൈറ്റ് പേപ്പർ 2 പേപ്പർ നിറച്ച് നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടും. അത്രയും മതി. ആ വായിച്ചു കഴിഞ്ഞ് മൊത്തം ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടന്റ് നമ്മൾ എഴുതി വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി വെക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഗൈഡുകളോ അല്ലെങ്കിൽ ക്ലാസ് നോട്ട്സുകളോ മറ്റോ ഉണ്ടാവും. ഈ കണ്ടന്റ് വെച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ഫയല് പഠിച്ചു വെക്കുന്നത്. അപ്പൊ നമ്മൾ ഏതിന്റെ പിന്നാലെ പോകേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പിന്നാലെയാണ്. ഈ കണ്ടന്റ് വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അതല്ല നിങ്ങൾ റാങ്ക് ഫയൽ ഈ 1500, 2000, 3000 രൂപയുടെ റാങ്ക് ഫയൽ വാങ്ങി അത് മുഴുവൻ നിങ്ങൾ വായിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ശ്രദ്ധിക്കുക, അത് വായിച്ച് നിങ്ങൾക്ക് എത്തില്ല. മിക്കവാറും കാരണം നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുന്ന ക്ലാസ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മാസമാണ്. മിക്കവാറും കേരളത്തിലെല്ലാവരും കൊടുക്കുന്നതെല്ലാം 6 മാസ കാലാവധിയാണ്. ഈ 6 മാസം കൊണ്ട് ഈ ബുക്ക് വായിച്ചു തരില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാം, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയാം, ഫാക്കൽറ്റീസിന് എല്ലാവർക്കും അറിയില്ലേ? തീർച്ചയായിട്ടും അറിയാം. ഈ 6 മാസം കൊണ്ട് ഈ റാങ്ക് ഫയൽ വായിച്ച് പഠിച്ച് തീരില്ല എന്ന് റാങ്ക് ഫയൽ ഇറക്കുന്ന പബ്ലിഷേഴ്സിന് അറിയാം, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന് അറിയാം, നിങ്ങൾക്കറിയാം, എനിക്കറിയാം. സോ ഈ റാങ്ക് ഫയൽ വായിച്ച് 6 മാസം കൊണ്ട് പഠിച്ച് നിങ്ങൾ എക്സാം എഴുതിയാൽ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ റാങ്ക് ഫയലിന്റെ പിന്നാലെയല്ല പോകേണ്ടത്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പിന്നാലെയല്ല പോകേണ്ടത്, ഫാക്കൽറ്റീസിന്റെ പിന്നാലെയാണ് പോകുന്നത്. നമ്മൾ പോകേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പിന്നാലെയാണ് പോകുന്നത്, എക്സാം ബോർഡിന്റെ പിന്നാലെയാണ് പോകുന്നത്. എന്താണ് എക്സാം ബോർഡ് ഇതേവരെ ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇനി ചോദിക്കാൻ സാധ്യത എന്താണ്, ഇത് അറിയാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വേണം എന്ന് പറയുന്നത്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് എ ബെറ്റർ ഗൈഡ് ഫോർ യു എന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. മറ്റേതിനേക്കാളും, ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും ഏതൊരു ഫാക്കൽറ്റിനേക്കാളും ഏറ്റവും നല്ലൊരു ഗൈഡ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതേതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞത് ഈ 3 തലത്തിലുള്ളത് ഉപയോഗിക്കുക. ഒന്ന്, നിങ്ങൾ എഴുതുന്ന എക്സാം ഏതാണോ ആ എക്സാമിന്റെ 3, 4, 5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മിനിമം 3 വർഷത്തെങ്കിലും നിങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ എഴുതുന്ന എക്സാം ഏതാണോ ആ എക്സാമിന്റെ ക്വാളിഫിക്കേഷനിൽ വരുന്ന മറ്റ് എക്സാമുകൾ ഏതുണ്ടോ അതിന്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ 3, 4 വർഷത്തെ എടുക്കുക, കയ്യിൽ വെക്കുക. മൂന്നാമത് പറഞ്ഞത് കറന്റ് പ്രസന്റ്ലി നടക്കുന്ന എക്സാമുകൾ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നടക്കുന്ന എക്സാമുകളാണോ ആ എക്സാമുകൾ എടുക്കുക, ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതും നിങ്ങൾ കയ്യിൽ. ഈ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും അത് വായിച്ച് പഠിച്ച് ബൈഹാർട്ടാക്കി നിങ്ങൾ പോകേണ്ട. ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ എല്ലാ എക്സാം ബോർഡുകൾക്കും ക്വസ്റ്റ്യൻ ബാങ്കുകളാണ്. ആ ക്വസ്റ്റ്യൻ ബാങ്കുകൾ എന്നാണ് അവർ ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ PSC അങ്ങനെ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കി, അതിൽ നിന്ന് ഒരു 100 ചോദ്യം എടുത്ത് അവർ ക്വസ്റ്റ്യൻ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ ആ 100 ചോദ്യം ചോദിക്കില്ല, അത് ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. അടുത്ത 100 ക്വസ്റ്റ്യൻ എടുക്കും, ആ 100 ക്വസ്റ്റ്യൻ എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കും, അത് ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആവർത്തനം എന്ന് പറയുന്നതിന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വായിച്ച് പഠിച്ച് ബൈഹാർട്ട് പോയിട്ട് കാര്യമില്ല. പകരം ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഓരോ ചോദ്യങ്ങൾ വായിച്ച് ആ ചോദ്യങ്ങളിലെ കണ്ടന്റ് നിങ്ങൾ ഒരു നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിലോ എടുത്ത് എഴുതി വെക്കുക. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വായിച്ചാൽ അതിന്റെ കണ്ടന്റ് ഉണ്ടാക്കി നിങ്ങളുടെ വൈറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് കുറേ കണ്ടന്റുകളും ആ കണ്ടന്റിലൂടെ വേണം റാങ്ക് ഫയൽ വെച്ച് ആ കണ്ടന്റിലൂടെ വേണം നിങ്ങൾ പഠിച്ചു പോകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കേണ്ട. കാരണം ഈ മത്സര പരീക്ഷാർത്ഥികൾ ആദ്യം മനസ്സിലാക്കേണ്ടവരും എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്നുള്ളതാണ്. എന്ത് പഠിക്കേണ്ട എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ റാങ്ക് ഫയലും ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന നോട്ട്സും, ഫോർ എക്സാമ്പിൾ ചില കോച്ചിങ് സെന്ററുകൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഫാക്കൽറ്റീസ് ഒരുപാട് നോട്ട്സ് കൊടുക്കും, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ട് ഒരുപാട് നോട്ട്സ് കൊടുക്കും. കാരണം കൂടുതൽ നോട്ട്സ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ക്ലാസ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. റിയലി ശ്രദ്ധിക്കുക, കൂടുതൽ നോട്ട്സ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ക്ലാസ് എന്ന് ചിന്തിക്കുന്ന ഫാക്കൽറ്റീസ് ഇപ്പോഴും ധാരാളം. ഫാക്കൽറ്റീസിനെ അടച്ചാക്ഷേപിക്കുകയല്ല, ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ നോട്ട്സ് കൊടുക്കുന്നവരാരോ അവരാണ് ഏറ്റവും നല്ല കഴിവുള്ള ആളുകൾ, അങ്ങനെ അതാണ് ഏറ്റവും നല്ല സ്കിൽ, അതാണ് ഏറ്റവും നല്ല ഫാക്കൽറ്റി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരുപാട് നോട്ട്സുകൾ കളക്ട് ചെയ്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്ത് ഒരുപാട് നോട്ട്സുകൾ കൊടുക്കും. ഇതെല്ലാം കുട്ടികൾ വായിച്ചുണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം റിസ്ക് ആണ്. എന്നാൽ ഇതൊന്നും വല്ലതും ചോദിക്കൂ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കണ്ടന്റ് വെച്ച് നമ്മൾ ആ കണ്ടന്റിലൂടെ പോയാൽ നമ്മൾ ആരെ ഫോളോ ചെയ്യുന്നു, നമ്മൾ എക്സാം ബോർഡുകളെ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കേണ്ടത്. ക്ലിയർ ആയില്ലോ? അപ്പൊ ഞാൻ പറഞ്ഞതാണ് മത്സര പരീക്ഷാർത്ഥികൾ പ്രധാനമായും ഫോളോ ചെയ്യേണ്ട 6 കാര്യങ്ങൾ ഞാൻ പറയാം. 1, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കണം. 2, സിലബസ് പഠിക്കണം. 3, ടൈം മാനേജ്മെന്റ്. 4,
കമ്പൈൻ സ്റ്റഡി, ന്യൂസ് പേപ്പർ ആൻഡ് ഹാബിറ്റ്. അപ്പൊ അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഏതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം, അതെങ്ങനെ പഠിക്കണം എന്നുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിലബസ് എങ്ങനെ നോക്കണം, സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് എങ്ങനെയാണ് വെച്ച് പഠിക്കേണ്ടത് ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു രൂപം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകാം. സോ അതുവരെ എല്ലാവർക്കും ബൈ.